PT ഭട്ടതിരിപ്പാട് നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്ന പ്രശസ്തമായ കൃതിയുടെ എഴുത്തുകാരൻ. അതിനപ്പുറം കേരളത്തിൻ്റെ സാമൂഹ്യ രംഗത്ത് ഒരു നവോത്ഥാന നായകൻ, നവോത്ഥാനത്തിന് ദീപം കുറിച്ച ആൾ, ഇങ്ങനെയെല്ലാം PT ഭട്ടതിരിപ്പാട് നമ്മൾ ഓർമ്മിക്കണം. കേരളീയ നവോത്ഥാനത്തിൻ്റെ ആധാരശിലകളൊന്നായി മാറിയ നാടകമായിരുന്നു അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക്. അതായത് വിധവാ വിവാഹം, നമ്പൂതിരി വിധവകൾക്ക് കല്യാണം കഴിക്കാൻ പറ്റാത്ത സാഹചര്യത്തിൽ നമ്പൂതിരി വിധവകളെ കൊണ്ട് കല്യാണം കഴിപ്പിക്കാൻ തീരുമാനിച്ച ഒരു സാമൂഹിക കാലാവസ്ഥയിലേക്ക് കേരളം കാലെടുത്ത് വയ്ക്കുന്നതിനും അനാചാരങ്ങളുടെ പിടിയിൽ നിന്ന് കേരളീയ സ്ത്രീ സമൂഹത്തെ മുന്നോട്ട് നയിക്കാനും അദ്ദേഹം എഴുതിയ നാടകമായിരുന്നു അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക്. പക്ഷേ പുതിയ കാലത്ത് അടുക്കള കേന്ദ്രീകരിച്ച് മറ്റൊരു വിപ്ലവവും ആവശ്യമായിരിക്കുന്നു എന്നാണ് പഠനങ്ങൾ ഇപ്പോൾ പറയുന്നത്. വീട്ടിൽ പാകം ചെയ്ത ഭക്ഷണത്തിന് കുടുംബ ബന്ധങ്ങളുടെ നിലനിൽപ്പുമായി വലിയ ബന്ധമുണ്ടെന്നാണ് ഇപ്പോൾ അമേരിക്കയിൽ നടന്നൊരു പഠനത്തിലൂടെ കണ്ടെത്തിയിരിക്കുന്നത്. കുടുംബങ്ങളെ ഒന്നിച്ചു നിർത്തുന്ന അദൃശ്യമായ ഒരു നൂലാണ് ഈ അടുക്കള എന്ന് പറയുന്നത്. ഈ പുതിയ സർവേയിലെ കണ്ടെത്തലാണത്. വീട്ടിലുണ്ടാക്കുന്ന ഭക്ഷണം കുടുംബത്തിൽ സ്നേഹവും അടുപ്പവും ഒരുമയും വളർത്തുമെന്നാണ് ഈ സർവേയിൽ പറയുന്നത്. അമേരിക്കയിൽ നടന്ന സർവേയാണ്. കുടുംബങ്ങൾ ഒരു മേശയ്ക്ക് ചുറ്റും ഭക്ഷണം കഴിക്കാൻ ഒരുമിച്ചിരിക്കുമ്പോൾ ഹൃദയങ്ങൾ തുറക്കും, പലതും സ്നേഹവായ്പകൾ പങ്കിടും, ഹൃദയങ്ങൾ കൂടുതൽ അടുക്കും, മുത്തശ്ശിമാർ പല കഥകളും പറയും, പ്രായമുള്ളവരുടെ അനുഭവങ്ങൾ പങ്കുവയ്ക്കും, ബന്ധങ്ങളിൽ ഒരു വല്ലാത്ത ഇഴയടുപ്പം അങ്ങനെ ഉണ്ടാകും. എന്നാൽ ഓരോ വ്യക്തിയും ഒറ്റയ്ക്കൊറ്റയ്ക്ക് പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കുന്നു. അവരുടെ മൊബൈൽ തോണ്ടിക്കൊണ്ടിരുന്ന വായ അവിടെ തന്നെ ഉള്ളത് കൊണ്ട് ഭക്ഷണം ഉള്ളിലേക്ക് പോകുന്നു. അങ്ങനെ നമ്മളറിയാതെ ജീവിതം ഒരു ഗസ്റ്റ് ഹൗസാക്കി മാറ്റിക്കൊണ്ടിരിക്കുന്നു എന്നാണ് ഇപ്പോൾ അമേരിക്കൻ സർവേയിൽ പറയുന്നത്. മാത്രമല്ല, അമേരിക്കയിൽ വർദ്ധിച്ചു വരുന്ന ഡിവോഴ്സ് കേസുകൾ, വിവാഹമോചനങ്ങൾ ഈ ഒറ്റപ്പെടലുകൾ കാരണമാണെന്നാണ് ഈ സർവേ സംശയിക്കുന്നത്. അടുക്കള അടച്ചിടുന്നത് കൊണ്ട് മാത്രമാണ് സ്നേഹത്തിൻ്റെ തായ്വേര് അറുത്ത് വീഴ്ത്തപ്പെടുകയും ആ സ്നേഹമരം തന്നെ വീണുപോവുകയും ചെയ്യുന്നത്. നാം അടുക്കള പൂട്ടരുത് എന്നാണ് ഈ സർവേ പറയുന്നത്. അടുക്കളയിലെ ഭക്ഷണം കൊണ്ടാണ് സ്നേഹത്തിൻ്റെ താമര നൂല് നമ്മളെ കെട്ടിവരിയുന്നത് എന്ന് ഈ സർവേ തെളിയിക്കുന്നു. നാം ഇനിയും വൈകിട്ടില്ല. അടുക്കളയെ നമുക്ക് വീണ്ടും ജ്വലിപ്പിക്കണം. അടുക്കള നമ്മൾ തുറക്കണം. അടച്ചിട്ട് അടുക്കള വാതിൽ നമുക്ക് പരക്കെ തുറക്കണം. ഈ നല്ല ഓണനാളിൽ, ഈ അത്തം ദിനത്തിൽ എനിക്കതാണ് പറയാനുള്ളത്. കാര്യം വീട്ടിലെ ഭക്ഷണത്തിൻ്റെ സ്നേഹവായ്പും അതിൻ്റെ ചൂടും നമുക്കൊരിക്കലും കടകളിൽ കിട്ടുന്ന അല്ലെങ്കിൽ തട്ടുകടയിലെ ഭക്ഷണത്തിൽ കിട്ടില്ല. തട്ടുകട തൽക്കാലം ഒരു ആശ്വാസമായിരിക്കും. എന്നാൽ സ്ഥിരമായ ഒരു ആശ്വാസനും സ്നേഹവായ്പിനും അടുക്കള തന്നെയാണ് നല്ലത്. സ്നേഹത്തിൻ്റെ ഊഷ്മളത പകരാൻ അടുക്കള കഴിയും. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.